ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു നൈനൂസ് ഡ്രീമി ക്രിയേഷൻസ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇതുപോലൊരു ഹെയർ വെയിൻ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെക്കാളും ഇതൊരു വ്യത്യസ്തമായൊരു വീഡിയോ ആണ്. കാരണം നമ്മൾ എല്ലാവരുടെയും ഒരു പ്രശ്നം എന്തെന്നാൽ ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ അറിയില്ല, അത് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിഹരിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം നമ്മുടെ പരിഹാരം എന്തെന്ന് വെച്ചാൽ ഈ ഒരു സംഭവമാണ് കേട്ടോ. ഇത് നമുക്ക് മാർക്കറ്റിൽ ഇതുപോലെ പല കളറിലും പല ടൈപ്പിലും പല ഷേപ്പിലും ഒക്കെ നമുക്ക് ഈ ഫ്ലവേഴ്സ് അവൈലബിൾ ആണ്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള റെഡ് കളറിൽ റെയിൻബോ കളറൊക്കെ വരുന്നൊരു രീതിയിലാണ് ആ ഒരു ഫ്ലവർ വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ റെഡ് കളറിലുള്ള ഒരു അത്യാവശ്യം ഒരു മീഡിയം സൈസിലുള്ള എന്താ പറയുക ബീഡ്സാണ്. അതേപോലെ തന്നെ ഗോൾഡൻ ബീഡ്സും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ കമ്പി ഏകദേശം ലെങ്ത് അനുസരിച്ചിട്ട് അതിനെക്കാട്ടും കുറച്ചും കൂടി കൂടുതലായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ പെന്നിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതുപോലെ ഞാനൊന്ന് ട്വിസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ആയിരിക്കും നമ്മുടെ ഹെയർ ബാൻഡ് പോലെയൊക്കെ വെക്കാൻ പറ്റുന്ന റിബണൊക്കെ കിട്ടുന്നതും അതേപോലെ സ്ലൈഡൊക്കെ കുത്തി കൊടുക്കുന്നതൊക്കെ ആ ഒരു ഭാഗത്തായിരിക്കും. അപ്പം ഞാൻ നമ്മുടെ ഫസ്റ്റ് കാണുന്ന നമ്മുടെ രണ്ട് കമ്പിയായിട്ടാണ് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ ആ ഒരു കമ്പിയിൽ ഇതുപോലെ ഒരൊറ്റ നമ്മുടെ ആ ഒരു റെഡ് കളർ ബീഡ് ഉണ്ടല്ലോ, ഇതുപോലെ ഒന്ന് എന്താ പറയുക ട്വിസ്റ്റ് ചെയ്തെടുത്തു കേട്ടോ, നമ്മുടെ ലെങ്ത്ത് നോക്കിയിട്ട്. അതിനുശേഷം ഞാൻ ഇപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ ആ ഒരു റെഡ് കളർ ബീഡ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ ഏകദേശം ലെങ്ത്ത് നോക്കിയിട്ട് വീണ്ടും നമ്മൾ അതിനെ ട്വിസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ട്വിസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നമ്മൾ വിചാരിക്കും ഭയങ്കര ടഫാണെന്നൊക്കെ, ഒന്നുമല്ല കേട്ടോ. ഈ കമ്പി നമുക്ക് നല്ല ഫ്ലെക്സിബിളാണ്, പെട്ടെന്ന് പൊട്ടിപ്പോകുന്നില്ല, അങ്ങനെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അതിനുശേഷം ഞാൻ താഴോട്ടേക്ക് രണ്ട് കമ്പിയും കൂടിയിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 5-6 പ്രാവശ്യമാണ് ട്വിസ്റ്റ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം പിന്നെ ഫസ്റ്റ് കാണുന്ന കമ്പിയിൽ ഇതുപോലെ ഞാനൊരു മൂന്ന് ഗോൾഡൻ ബീഡ്സ് ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിന് ഇതുപോലെ ഒന്ന് ട്രയാങ്കിൾ രൂപത്തിലാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ലെങ്ത്തിനനുസരിച്ച് ഇതുപോലെ വീണ്ടും നമ്മൾ ട്വിസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലുള്ള ആ ഒരു കമ്പിയിൽ കൂടി നമ്മൾ കോർത്ത് കൊടുക്കുക കേട്ടോ. 3 ഗോൾഡൻ ബീഡ്സ് കോർത്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ട്രയാങ്കിൾ ഷേപ്പിലാക്കുക. അതിനുശേഷം നമ്മുടെ ആ ലെങ്ത്ത് ഒന്ന് നോക്കിയിട്ട് നമുക്കതിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയിലൊരു ഷേപ്പ് കിട്ടും കേട്ടോ. ഇതുപോലെയാണ് വരിക. അപ്പോൾ അതിനൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ 2 കമ്പികളും കൂടിയിട്ട് താഴോട്ടേക്ക് ഒരു 4-5 പ്രാവശ്യം നമ്മൾ ഒന്നുകൂടി ട്വിസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. നമുക്ക് ഈ ഒരു ഹെയർ വെയിന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമുള്ളതാണ് കേട്ടോ. പിന്നെ ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഫസ്റ്റ് മുകളിൽ കാണുന്ന ആ ഒരു കമ്പിയിൽ നമ്മുടെ ഇനി അടുത്ത ഈ ഒരു ഫ്ലവർ ഞാൻ വെച്ചെടുക്കാനായിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ കമ്പി എൻ്റെ ജസ്റ്റ് അവിടെ കുടുങ്ങിപ്പോയി. അപ്പോൾ നിങ്ങൾ ഇതേപോലെ കുടുങ്ങാതെ നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതങ്ങനെ ചുളുങ്ങി അങ്ങനെ വളഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ഞാനൊന്ന് ഇതാക്കിയപ്പോൾ കുടുങ്ങിപ്പോയതാണ്. ഇപ്പോൾ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ ഫസ്റ്റ് കാണുന്ന ആ ഒരു കമ്പിയിൽ നമ്മുടെ ഈ ഒരു ഫ്ലവർ ആദ്യം ഒന്ന് കോർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ മുകളിലോട്ടാണ് നമ്മുടെ പെറ്റൽസ് വരുന്ന രീതിയിലാണ് ഞാൻ ആ ഫ്ലവറിനെ കോർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ഒരു ഗോൾഡൻ ബീഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ താഴോട്ടേക്ക് ഒന്ന് ഇറക്കി കൊടുത്തു. എന്നിട്ട് നമ്മളുടെ ആ കമ്പി അതിൻ്റെ അറ്റുണ്ടല്ലോ, ആ കമ്പിയുടെ അറ്റെടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഗോൾഡൻ ബീഡിനെ മാറ്റി നിർത്തിയിട്ട് ആ ഫ്ലവറിൻ്റെ ഉള്ളിൽ കൂടെ മാത്രം എന്ത് ചെയ്യുക, താഴോട്ടേക്ക് കമ്പി ഇറക്കി കൊടുക്കുക. അപ്പോൾ എന്നിട്ട് ജസ്റ്റ് നല്ലതുപോലെ അതുപോലെ ഒന്ന് പിടിച്ച് വലിക്കുക കേട്ടോ. അപ്പോൾ താഴോട്ടേക്ക് വലിക്കുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് ആ ഫ്ലവർ അവിടെ ഫിക്സ് ആയിട്ടുണ്ടാവും.
അതിനുശേഷം നമ്മൾ അടിയിൽ അപ്പോൾ ഒരു കമ്പി കൂടിയാണ് നമ്മളിപ്പോൾ ഇത് ചെയ്ത് കൊടുത്തിട്ടുള്ളത്, മറ്റേ കമ്പി അവിടെ വെറുതെ ഇരിക്കുകയാവും. അപ്പോൾ എന്ത് ചെയ്യണം, ഇനി ആ 2 കമ്പിയും കൂടി കൂട്ടിയിട്ട് നമുക്കിതിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഫ്ലവർ അവിടെ നല്ലതുപോലെ സെറ്റായിട്ടുണ്ടാവും കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത്. എന്നിട്ട് ഇതാ നമ്മുടെ സെൻറ്റർ ഭാഗത്ത് വിരൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ആ ഫ്ലവറിൽ പിടിച്ചിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ ചെയ്ത അതേ ഡിസൈൻ തന്നെ വീണ്ടും ചെയ്തെടുക്കുക. അതായത് കുറച്ച് ഒരു ഭാഗത്ത് ഗോൾഡൻ ബീഡ് അല്ല, സോറി, നമ്മുടെ റെഡ് ബീഡ് ഒന്ന് വെച്ച് കൊടുക്കുക. ഒരെണ്ണമാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ലെങ്ത്ത് ഏകദേശം നോക്കിയതിന് ശേഷം ആ ഒരു ലെങ്ത്ത് വെച്ചിട്ട് നമുക്കതിനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും നമുക്ക് അതൊന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ അത് കുറച്ചുകൂടി നമ്മൾ താഴോട്ടേക്ക് ഒന്നും കൂടി ട്വിസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ 3 ഗോൾഡൻ ബീഡാണ് കോർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിനെ ട്രയാങ്കിൾ ഷേപ്പിലാക്കുക. എന്നിട്ട് വീണ്ടും അതിനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പ്രസ്സിങ് കേട്ടോ, അതിൽ വേറെ ഒന്നും ചെയ്യുന്നില്ല. ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ആ ഒരു എൻഡ് വരെയും ചെയ്തെടുക്കുകയാണ്. അപ്പം നമുക്ക് എത്രത്തോളം ലെങ്ത്ത് വേണമെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ, ബാക്കി ഞാൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം വീഡിയോയ്ക്ക് ലെങ്ത് ആക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ബോറടിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടെക്നിക്ക് മാത്രമല്ലേ നമുക്ക് ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ ഒരു ഐഡിയ മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ബാക്കി നമ്മളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നമ്മളിതിനെ മാറ്റിക്കൊണ്ടിരിക്കുമല്ലോ. നമുക്ക് വേറെ രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വേറെ രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ മുത്തുകളുടെ എണ്ണം കൂട്ടിക്കൊടുക്കാമെങ്കിൽ കൂട്ടിക്കൊടുക്കാം. അങ്ങനെയൊക്കെ അതൊക്കെ ഓരോരുത്തരുടെ നമുക്ക് എനിക്കൊക്കെ ആണെങ്കിൽ ഇതേപോലെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും കേട്ടോ കുറച്ച് ഐഡിയാസൊക്കെ വരിക. ഇതിങ്ങനെ ചെയ്ത് നോക്കാമായിരുന്നു അല്ലേ, അപ്പോൾ ഒന്നുകൂടി നല്ല ഭംഗി ഉണ്ടാവും എന്നൊക്കെ എനിക്ക് തോന്നുക. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഐഡിയാസൊക്കെ ഒന്ന് മാറ്റിക്കൂടാന്നില്ല, അങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇനി ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ, അതായത് നമ്മുടെ ഹെഡിൻ്റെ ലെങ്ത്ത്, ഇപ്പോൾ കുഞ്ഞു പിള്ളേരൊക്കെ ആണെങ്കിൽ അവരിപ്പോൾ റാ പോലെ വയ്ക്കുക, അതായത് ഹെയർ ബാൻഡ് പോലെ മുകൾ വശത്ത്. അപ്പം നമുക്കതിന് അത്യാവശ്യം ലെങ്ത്ത് ആവശ്യമാണ്. ഇനിയിപ്പോൾ അതല്ല, വലിയ കോളേജിൽ പഠിക്കുന്നവരോ അല്ലെങ്കിൽ അമ്മമാരോ ഒക്കെ ആയിക്കോട്ടെ, നമ്മളിപ്പോൾ ഈ മുല്ലപ്പൂവിനൊക്കെ പകരം ബാക്കിൽ ഇതുപോലെ TRS വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അതിനാണെങ്കിൽ ഇത്രത്തോളം ലെങ്ത്തിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ ബാക്കിൽ കുറച്ച് പോർഷൻ മാത്രമേ വെച്ച് കൊടുക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ നമുക്ക് ലെങ്ത്തിനനുസരിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഭാഗം മാത്രമാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. ബാക്കി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കൂടി നമ്മുടെ ആ ഫ്ലവർ വെക്കുന്ന രീതി ഒന്നുകൂടിയും കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഫ്ലവറിൻ്റെ അടിവശത്ത് നിന്ന് മുകളിലോട്ട് ഇതുപോലെ ഫ്ലവർ ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഒരു ഗോൾഡൻ ബീഡ് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലവർ. ഇതാവുമ്പോൾ നമുക്ക് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കേണ്ട സമയമൊന്നും ഇല്ല. മറ്റത് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് കുറേ സമയം ഇരിക്കണം. അതിനുശേഷം മാത്രമാണ് നമ്മൾ ഈ ഒരു എന്താ പറയുക ഹെയർ ആക്സസറി ഉണ്ടാക്കിയെടുക്കാറ്. ഞാനൊക്കെ അങ്ങനെയാണ് കേട്ടോ. കുറേ ഫ്ലവേഴ്സ് ആദ്യം ഉണ്ടാക്കി വയ്ക്കും, കാരണം പിന്നെ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആദ്യം കുറേ ഫ്ലവേഴ്സെല്ലാം നമ്മൾ ഉണ്ടാക്കി വെക്കുക. എന്നിട്ടാണ് നമ്മൾ ഇതേപോലെ ഹെയർ ആക്സസറീസ് ഉണ്ടാക്കിയെടുക്കാറ്. അപ്പോൾ ഇതാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇഷ്ടം പോലെ നമുക്ക് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള പല കളറിലും പല ഷേപ്പിലും ഒക്കെ കിട്ടുന്നത് കൊണ്ട് വളരെ എളുപ്പമാണ് കേട്ടോ നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരുടെയും നമ്മുടെ ഒരു പ്രശ്നം പരിഹരിച്ച് കിട്ടിയില്ലേ. ചിലർക്ക് ഇതാവും, അയ്യോ ഫ്ലവർ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല എന്നുള്ള ഒരു ഇതിലായിരിക്കും ചിലപ്പോൾ ചെയ്യാതിരിക്കുന്നുണ്ടാവുക. പക്ഷേ ഇനി അങ്ങനെ ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതുപോലെ റെഡിമെയ്ഡ് ആയിട്ടുള്ള പല ഫ്ലവേഴ്സും നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജസ്റ്റ് ഒന്ന് അടുത്തുള്ള കടകളിലൊക്കെ ഒന്ന് പോയി ചോദിച്ചു നോക്കുക, ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇത് ചില ഭാഗത്ത് മാത്രം കേട്ടോ, ഈ ക്രാഫ്റ്റ് ഷോപ്പുകളിൽ മാത്രമാണ് ഇതുപോലുള്ള ഫ്ലവേഴ്സൊക്കെ നമുക്ക് കിട്ടുക. അപ്പം ഞാനിതാ നമ്മളുടെ ഹെയർ വൈൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ലാസ്റ്റ് എൻഡിലും നമ്മൾ ഫസ്റ്റ് എന്ത് സാധനമാണോ നമ്മൾ ആ റൗണ്ട് ഷേപ്പിൽ എടുക്കാനായിട്ട് എടുത്തിട്ടുള്ളത് അത് തന്നെ നമ്മൾ ലാസ്റ്റും ഇത് ചെയ്തെടുക്കാനായിട്ട് എടുക്കണം. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ആ പെന്ന് തന്നെയാണ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് എടുക്കുന്നുണ്ട്.
എന്നിട്ട് ബാക്കി വരുന്ന ഭാഗം ഒന്നുകൂടി ഒന്ന് അതിനെ ചുറ്റി എടുക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കി വരുന്ന ഭാഗം ദാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മുടെ പ്ലെയർ ഉപയോഗിച്ചിട്ട് അതിനെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ഒന്ന് അമർത്തി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കത് കയ്യിലൊന്നും ആ കമ്പി ഒന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള നമുക്കൊരു ടിയാര ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ക്രിസ്മസിന് വേണ്ടിയിട്ടും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ക്രിസ്മസിനൊക്കെ കളർ തീം അനുസരിച്ച് ചെയ്യാവുന്ന ഒരു എന്താ പറയുക ഹെയർ വൈൻ കൂടിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ഓരോ ഹെയർ ആക്സസറീസ് ആയാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് അതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഞാനൊരു ഐഡിയാസൊക്കെ തരുന്നുണ്ട്. അതേപോലെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാറുണ്ട്. അപ്പോൾ നിങ്ങളും ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പം ഞാനിത് വെച്ചിട്ടുള്ള ഫോട്ടോയും അതേപോലെ തന്നെ എൻ്റെ മോളുടെ തലയിൽ വെച്ചിട്ടുള്ള ഫോട്ടോയും ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് നല്ലതുപോലെ ഒന്ന് മുടി കെട്ടി കൊടുത്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വെച്ച് കാണിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.